രാവിലെ ഇവര് മൂന്നുപേരും കൂടി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഈ നാലാമത്തെ ആളിനെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളിപ്പം ദുബായിൽ പോയപ്പോഴേക്കും അവനെ കണ്ടതാണ്. അതുപോലെ എടുപിടി എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരും എന്നൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരുന്നു ഈ ഒരു വലിയ ഞെട്ടല്. നല്ല ആള്. ഇവനല്ലേ ബിരിയാണി എന്നോണ്ടിരുന്നത്. അത് വണ്ടിക്ക് വേറെ ഒരാളുണ്ടായിരുന്നു, അയാൾക്കും വീട്ടിലെത്തണ്ടോ. അമ്പത് തുറക്കണ്ടെന്നൊന്നും ഇല്ലാന്ന് മിഠായി ഉണ്ടല്ലോ, അത് മതി. ബിസ്ക്കറ്റ്, കാപ്പാട ബിസ്ക്കറ്റ്. ഇനി വേറെ ഒന്നും വേണം, ഇത്രയും ഉണ്ടല്ലോ, മതി. ഇതെന്ത് ഇതിനകത്തെന്തുണ്ട്? ഇത് കഴുകാനുള്ള ഉടുപ്പുകൾ നമ്മൾ കോളേജിൽ കൊണ്ട് വരില്ല. 2 ലാപ്ടോപ്പ്, 1 ലാപ്ടോപ്പ് തന്നിട്ട് പോവാ. എനിക്ക് തരുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കും. ഇതാ കണ്ട നമ്മുടെ മോൻ എനിക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെന്ന് അവൻ അറിയാം. അങ്ങനെ അവൻ ഇതാ, ഇത് തുർക്കിയുടെ അല്ലേ സലു? എന്നല്ല, ഇത് ഇങ്ങനെ എന്ത് പറയാൻ ഒരു അതെ, നമ്മളൊക്കെ വീഡിയോ ചെയ്യണോണ്ടേ അതായത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇപ്രാവശ്യത്തെ സൽമാന്റെ വരവെന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിങ്ങനെ സുൽത്താനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. സുൽത്താൻ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സുൽത്താൻ ഇങ്ങനെ ചോദിക്കുന്നത് ഇക്ക വരുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ ഞാൻ സുൽത്താന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അവൻ എങ്ങനെ വരും, ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചുമ്മാ ആശിപ്പിക്കരുതേ സുൽത്താനെ. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിക്കണമില്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല അവൻ വന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരേ കാലത്തിന് ശേഷം നമ്മളെല്ലാരും ഒന്നിച്ച് ഒത്തുകൂടിയിരിക്കുകയാണ്. ഇപ്പൊ പുതിയൊരാളും കൂടിയുണ്ട്. നമ്മൾ 6 പേരായി. രാത്രി തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലേക്ക് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ അത് കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വെളുത്തുള്ളി എലിയും ഒരു 3 പച്ചമുളകും ചെറിയ ജീരകം 1 ടീസ്പൂണും കൂടെ ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിനി ഈ ഗ്രീൻ പീസിനൊക്കെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയും മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലായി പോവാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഈ സമയം നമുക്ക് ഇതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും ഒരു 4 ചെറിയ ചുവന്നുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം കേട്ടോ, ഫെനൽ സീഡും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അപ്പൊ അത് അരഞ്ഞു കിട്ടും. അപ്പൊ നമ്മളുടെ ഗ്രീൻ പീസ് വെന്ത ശേഷം സ്റ്റീം പോയിട്ടാണ് ഞാൻ ഇതാ കുക്കർ ഓപ്പൺ ചെയ്യണത്. അപ്പൊ കണ്ടത് കറക്റ്റ് പരുവാണ്. അത് ഇളക്കി എടുക്കുമ്പോ തന്നെ നമുക്ക് അറിയാം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടാ. അപ്പൊ ദാ നമ്മളുടെ ഗ്രീൻ പീസും കറക്റ്റ് പാകമാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വെള്ളം ചേർക്കുമ്പം പാകത്തിന് ചേർത്തിട്ട് വേവിച്ചെടുക്കാവൂന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വല്ലാതെ ഒന്ന് കുറുകിയാണ് ഇരിക്കണത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇതുപോലെ ഒന്ന് തിള വരണം, എങ്കിലേ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറത്തുള്ളൂ. അപ്പൊ അതാ കറക്റ്റ് പരുവം വന്നിരിക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. അതിനുശേഷം വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ. അപ്പൊ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഇതെല്ലാം മാറ്റിയ ശേഷം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പൊ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകും പറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ മഞ്ഞപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കറിക്ക് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവൻ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കാമായിരുന്നു. അപ്പൊ ഇത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നൊക്കെ കഴിക്കുന്നത്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇപ്പൊ നമുക്കൊപ്പം ഒരാളും കൂടി ഉണ്ട്. അപ്പൊ അതും ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഇത് ഞാൻ ബാംഗ്ലൂർ ഐക്കിയെന്ന് കൊണ്ടുവന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പൊ സലു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവിടെ 5 ദർഹത്തിന് കിട്ടിയപ്പോ ഉമ്മ അടുത്ത് വാങ്ങിക്കട്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന്. എനിക്കറിയത്തില്ലല്ലോ, അവൻ ഇങ്ങനെ വരും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറയായിരുന്നു. അപ്പൊ ഇപ്പം ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. ഉച്ചയ്ക്ക് സലുവിന് ഇഷ്ടമുള്ള ബോംബെ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ബോംബെ ബിരിയാണി മസാല ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ബോംബെ ബിരിയാണി മസാലയിൽ ഉപ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ കറക്റ്റ് പരുവായിരിക്കും. അപ്പൊ ഞാൻ ഏകദേശം കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഞാനിങ്ങനെ മസാല പിടിക്കാനായിട്ട് വെക്കുന്നൊന്നുമില്ല, ഉടൻ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ഇതിലേക്ക് 3 സവാള സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് കുക്കറിലേക്ക് വെച്ചത്. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇതൊന്ന് വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ അത്യാവശ്യം എരിവുള്ള ഒരു 4 പച്ചമുളക് ഞാൻ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല, നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റി അത് വഴണ്ട് വരുന്ന ഒരു സമയത്ത് ഞാൻ അരി വെള്ളത്തിലേക്ക് ഇടാണ്. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ മാറ്റി വെക്കാം. അപ്പൊ ഇതിനിടയിൽ സവോള ഒന്ന് വഴറ്റി കൊടുക്കാണ്. അപ്പൊ അത് വഴണ്ടി വരുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടെ ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോഴേ ആ ബിരിയാണിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്ത ശേഷം ഈ സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നിപ്പം ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളി, നല്ല ചുവന്ന പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നമുക്കത് അതായത് വേകുന്ന സമയത്ത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ ദാ പ്രഷർ കുക്കർ മൂടിയിട്ട് നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ തൈരിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്ത ശേഷം ഞാനിവിടെ സവാളയും ഓരോന്നാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും പച്ചമുളകില്ലേ, തിരുവനന്തപുരത്തിന്റെ തൊണ്ടമുളകാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ ഇന്നെല്ലാം ഒരു തട്ടിക്കൂട്ട് പണിയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് പിള്ളേരുടെ അടുത്ത് പോയിരിക്കണം എന്നുള്ള മനസ്സാണ് എനിക്കിപ്പോ ഉള്ളത്. കാരണം എല്ലാവരും ഉള്ള ഒരു സമയമല്ലേ, ഇതെപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. റൈത്ത തന്നെ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കണത് പല പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു ഓറഞ്ച് കളർ റൈത്ത നമുക്ക് കിട്ടും. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളതിൽ തിള വരാറാവുമ്പോഴേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഫെനൽ സീഡും, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ ഇത്രയും, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ടമുളക് ഒരു 3 ഇട്ട ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ച അരി ഞാൻ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അരി ഞാനൊരു 10 മിനിറ്റേ കുതിർത്തിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയ ശേഷം ഞാൻ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. കണ്ട കറക്റ്റ് പരുവത്തിന്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചേക്കരുത്. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഈ ചാറൊന്ന് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അരി ഇതേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കുക്കായി വരണ്ട കേട്ടോ, ഒരു 90% മാത്രം കുക്കായാൽ മതി. അപ്പൊ അരി ഞാൻ ഊറ്റിയെടുക്കുന്നു. അപ്പം ഇതായി അരി ഊറ്റി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇതാ ചിക്കൻ ഒന്ന് മാറ്റാണ്. ഫുള്ളായിട്ട് ചിക്കൻ ഇതിലേക്ക് ഈ ഫസ്റ്റ് ലെയർ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അത്യാവശ്യം വലിപ്പമുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് മീതെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഞാൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി ഈ ദമ്മിൽ കിടന്നാണ് വേകാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവനായിട്ട് ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഡം ചെയ്തെടുക്കുമ്പം വെന്തുടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊന്ന് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ്. ഇങ്ങനെ കുത്തി അമർത്തി വെക്കരുത് കേട്ടാ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഞാൻ ഇതിന് മീതെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പൊ ഞാൻ ഇതിന് മീതെ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. നെയ്യൊക്കെ ഒഴിച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പപ്പടം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടാ. ഞാൻ ഇങ്ങനത്തെ പാനിലാണ് ഇപ്പൊ പപ്പടം വറുക്കണത്. എന്ന് വെച്ചാൽ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടെ. ഇരുമ്പ് ചട്ടിയിലും ഒക്കെ ആകുമ്പോഴേക്ക് ഗ്യാസിലേക്കൊക്കെ എണ്ണ തെറിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പൊ 10 മിനിറ്റ് ശേഷം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പൊ ഇനിയിപ്പം നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് പോവാണ്. അടി ചേർത്ത് നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ, നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നമ്മുടെ സൽമാൻ ഇഷ്ടമുള്ള ബോംബെ ബിരിയാണി മസാല കൊണ്ടുള്ള ബിരിയാണി റെഡി ആയപ്പോഴേക്കും ഞാൻ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇതിന്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുൽത്താനാണെന്ന് പറയാം. അവനാണെങ്കിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ റിസ്വാൻ ആണെങ്കിൽ സ്റ്റഡി ലീവായിട്ടും വന്നതാണ്. അപ്പൊ അവര് വിചാരിച്ച് എങ്കിൽ പിന്നെ സൽമാനിക്ക് അവിടെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെന്നെങ്ങാണ്ട് സലുവിന്റെ അടുത്തെങ്ങാണ്ട് പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ പ്ലാൻ ചെയ്തതാണ്. എനിക്കും മോക്കും ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇവരെല്ലാവരും കുറച്ച് ദിവസമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.